ഇപ്പോൾ വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക്. ഉടനെ രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏരിയ കമ്മിറ്റി നേതാവിന്റെ സ്വന്തം ആളാണ് ഈ ഗുണ്ട എന്നാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പറഞ്ഞത് മുട്ടാൻ നോക്കണ്ട ഈ ഗുണ്ടയുമായിട്ട്. മുട്ടാൻ നോക്കിയാൽ രക്ഷയില്ല. അയാളെ സംരക്ഷിക്കാൻ ആളുകളുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങളും അസംബ്ലിയിൽ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, പൊളിറ്റിക്കൽ പേട്രണേജ്. രാഷ്ട്രീയ രക്ഷാകർതൃത്വം കേരളത്തിലെ ക്രിമിനലുകൾക്കും ഗുണ്ടകൾക്കും ലഹരി മാഫിയക്കാർക്കും കൊടുക്കുന്നത് CPM ആണ്. മുഖ്യമന്ത്രി നോക്കി നിൽക്കുകയാണ്. DYSPയെ അറിയപ്പെടുന്ന എന്റെ ജില്ലയിലെ ഗുണ്ടയാണ്, ഒരു ക്രിമിനലാണ്. അയാൾ നടത്തിയ ഡിന്നറിൽ DYSPയും പോലീസുകാരും വന്ന് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ കേരള പോലീസ് തുണിയിട്ട് നടന്നാൽ പോരെ തലയിൽ. ഇതിനേക്കാൾ വലിയ നാണക്കേട് കേരള പോലീസിനുണ്ടോ? അപ്പൊ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ 1-2 വർഷക്കാലമായി കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിലെ പോലീസിനെ കുറിച്ചും, കേരളത്തിലെ പോലീസ് സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു. ഇപ്പോഴും കഴിവുറ്റ പോലീസാണ്. ഞങ്ങൾക്ക് ആ പോലീസിനെ കുറിച്ച് സംശയമൊന്നുമില്ല. പക്ഷെ അവരെ നിർവീര്യരാക്കി, അവരുടെ ആത്മവിശ്വാസം തകർത്ത് കേസെടുക്കുന്ന കണ്ടില്ലേ? ഇപ്പോ നമ്മുടെ മദ്യ നയവുമായി ബന്ധപ്പെട്ട കോഴ കേസിൽ എന്താണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്? ഈ വാർത്ത എങ്ങനെ പുറത്തുപോയെന്നാണ്. ഈ പൈസ പിരിക്കാൻ വേണ്ടി, കോഴ പിരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അവരുടെ ബാർ അസോസിയേഷൻ എങ്ങനെ പുറത്തുപോയി എന്നാണ് അന്വേഷിക്കുന്നത്. SFI സംസ്ഥാന സെക്രട്ടറി പരീക്ഷ എഴുതാതെ പാസ്സായത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചല്ല പോലീസ് അന്വേഷിച്ചത്. ആ റിപ്പോർട്ട് എങ്ങനെ പുറത്തു വന്നു റിപ്പോർട്ടറെ, ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറെ പ്രതിയാക്കിയാണ് കേസെടുത്തത്. ഇങ്ങനെയാണ് എല്ലാ കേസിലും. സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചപ്പോൾ സ്വപ്ന സുരേഷിനെ കുറിച്ചാണ് അന്വേഷണം നടന്നത്, അല്ലാതെ ഉന്നയിക്കപ്പെട്ട ആരോപണത്തെക്കുറിച്ചല്ല. അങ്ങനെയാക്കി കേരളത്തിലെ പോലീസിനെ മാറ്റി. അതിന്റെ ഏറ്റവും നാണം കെട്ട കാര്യങ്ങളാണ് ഇന്നലെയും ഇനിങ്ങാന്നൊക്കെയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി നിസ്സംഗനായി നിൽക്കുകയും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഈ അധികാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘം തട്ടിയെടുത്തിരിക്കുകയാണ്. എന്നിട്ട് പാർട്ടിയാണ്, എല്ലാ സ്ഥലത്തും പാർട്ടിയാണ്. പാർട്ടിയിലെ ചില നേതാക്കന്മാർ ഈ ക്രിമിനലുകൾക്ക്, ആലപ്പുഴ ജില്ലയിലൊക്കെ നിങ്ങളൊന്ന് ചെന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം, വലിയ സംഘർഷത്തിലേക്ക് പോവുകയാണ്. എല്ലാത്തിന്റെയും പുറകിൽ പാർട്ടിയിലെ ചില ക്രിമിനലുകളെ എല്ലാ സംരക്ഷണവും കൊടുക്കുന്ന, തണൽ കൊടുക്കുന്ന ആളുകളാണ് നിൽക്കുന്നത്. അപകടകരമായ നിലയിലേക്ക് കേരളം പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എത്ര വീടുകളാണ് ഈ ഗുണ്ടകൾ കേരളത്തിൽ ആക്രമിക്കുന്നത്? ഏതെങ്കിലും ഒരു ലഹരി മരുന്ന് സംഘത്തെക്കുറിച്ച് ഒരു വിവരം കൊടുത്താൽ അവന്റെ വീട് 24 മണിക്കൂറിനകം ആക്രമിക്കപ്പെടുകയാണ്. അവന് ആര് സംരക്ഷണം കൊടുക്കും? അവരാണ്, അവരുടെ കൺട്രോളിലാണ് എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ഇടങ്ങളിലും നടക്കുന്നത്. അല്ല, ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണ്. ഇത് സാധാരണ പറയുന്നല്ലോ. കേരളത്തിൽ ഇത്രമാതിരി എത്ര ക്രൂരമായ കൊലപാതകങ്ങളാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞ ലഹരി മരുന്ന് സംഘത്തിന്റെ, ക്രിമിനലുകളുടെയും കൈകളിലാണ് കേരളം. അവരാണ്, അവരുടെ ദയാവായ്പിലാണ് കേരളത്തിലെ പാവങ്ങൾ. എത്ര നിരപരാധികളാണ് ക്രൂരമായ മർദ്ദനമേറ്റു വാങ്ങിയത്? എത്ര സ്ത്രീകളെയാണ് മർദ്ദിക്കുന്നത്? വീടിനകത്ത് കയറി അമ്മമാർക്കും വൃദ്ധരായ ആളുകളെ പോലും നോട്ടമില്ലാതെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഗുണ്ടകൾ വന്നിട്ട്. ഇവിടെ ആർക്ക് വേണേലും കൊട്ടേഷൻ കൊടുക്കുക. ജയിലിൽ കിടന്ന് ക്രിമിനലുകൾ കൊട്ടേഷൻ കൊടുക്കുന്ന കാലമാണ്. മാധ്യമപ്രവർത്തകർക്കൊന്നും ഒരു കാര്യമില്ല. അതായത് ഫോറസ്റ്റിനെ കുറിച്ച് പരാതി കൊടുത്തതിനാണ് പിടിച്ചുകൊണ്ട് പോയത്. മാധ്യമപ്രവർത്തകർക്കെതിരായി എത്ര കേസുകളാണ് കേരളത്തിലെടുത്ത്? എന്തുകൊണ്ട് ഇത്തരം ഹൈജാക്കിംഗ് നടക്കുന്നു? ഹൈജാക്കിംഗ് നടക്കുകയാണ്. എന്നിട്ട് ആ മന്ത്രിക്ക് ഒരു മറുപടിയും പറയാനില്ല. ഈ ടൂറിസം വകുപ്പ് മന്ത്രി ആദ്യം പറഞ്ഞു ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വകുപ്പ് തന്നെ അതിന്റെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ വിവരങ്ങളും അതിന്റെ തെളിവുകളും ഞങ്ങൾ ഹാജരാക്കി. മറുപടി പറയാൻ ഒരു വാചകം ഉണ്ടായിരുന്നു. മറുപടി പറയാൻ ഒന്നിൽ സ്വന്തം വകുപ്പിൽ നടക്കുന്നത് അദ്ദേഹം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നാണക്കേടാണ്. ഇപ്പൊ ടൂറിസം സെക്രട്ടറിയും ടൂറിസം ഡയറക്ടറും, ഡയറക്ടർ എന്ന് വെച്ചാൽ ഡയറക്ടറുടെ ചുമതലയുള്ള, യഥാർത്ഥ ഡയറക്ടറല്ല, ബാർ ഉടമകളുടെ യോഗം വിളിച്ചിട്ട് ടോപ്പിക്കാണ് എന്താണ്, അബ്കാരി പോളിസി റിവ്യൂ. അത് നടത്താൻ ടൂറിസം വകുപ്പിന് എന്താ അവകാശം? ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിന്റെ അധികാരങ്ങൾ കവർന്നെടുത്ത് ഈ കേസിലെല്ലാം ഇടപെടുവാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു വാചകം, അൺനെസസറി ഹേസ്റ്റ്. എല്ലാ അഴിമതികൾക്കും പുറകിലുള്ള ഒരു വാക്കാണ്.
അതായത് അനാവശ്യമായ ധൃതി ഈ ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാറിന്റെ സമയം നീട്ടിക്കൊടുക്കാനും ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്ത ആവേശത്തോടെ സംസ്ഥാനത്തെ ഗുണ്ടകളുടെ വിളയാട്ടം, പോലീസും ഗുണ്ടയും തമ്മിലുള്ള ബന്ധം തുടങ്ങിയവയിൽ വിമർശനം ഉന്നയിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. തമ്മനം ഫൈസലിന്റെ വീട്ടിലെ വിരുന്നിൽ ഡിവൈഎസ്പി പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം വന്നത്. എന്തായാലും സംഭവം പോലീസ് സേനയ്ക്കും ആഭ്യന്തര വകുപ്പിനും വലിയ നാണക്കേട് തന്നെയാണ് എന്നും ആഭ്യന്തര വകുപ്പ് വലിയ പരാജയമാണെന്നും ഗുണ്ടകൾക്കും ലഹരി മാഫിയയ്ക്കും CPM കുടപിടിക്കുന്നുവെന്നും വി.ഡി. സതീശൻ ആരോപണം ഉന്നയിച്ചു. അതേസമയം തന്നെ പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട വിവാദത്തിലും അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയായിരുന്നു.